ഇന്ന് ഞങ്ങളുടെ ഡേ 6 ആണ്. ഞങ്ങളിപ്പോൾ ആഗ്രയിലുള്ളത്. താജ്മഹൽ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ആണെന്ന് തോന്നുള്ളൂ. പിന്നെ ആഗ്ര ഫോർട്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ, 5 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡേ 6 എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കൽ പിടിക്കലൊക്കെയാണ്. മെയിനായിട്ടുള്ള നമ്മുടെ വലിയ കാർഗോസും ഷർട്ടും ടീഷർട്ടും ഒക്കെ ലോണ്ടറിയിൽ പുറത്ത് കൊടുത്തു. ബാക്കി നമ്മുടെ സോക്സ്, ഇന്നേഴ്സ്, മുഖത്തിടുന്ന സാധനങ്ങൾ ഒക്കെ നമ്മൾ തന്നെ വാഷ് ചെയ്തു. പിന്നെ കയ്യപ്പം തുടയ്ക്കുന്ന ടവലുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വാഷ് ചെയ്തു. അപ്പോൾ ലോണ്ടറിയിൽ ഇടാൻ വന്നതാണ്. ഓൾറെഡി ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഏകദേശം ഉച്ചയ്ക്ക് നമ്മളേക്ക് ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ജാക്കറ്റ് വെയിലത്തിടണം, ഗ്ലൗസ് ഒന്ന് വെയിലത്തിടണം, പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വെയിലത്തിടണം. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ആഗ്രയിൽ വന്നത്. ആഗ്ര സിറ്റി സൂപ്പറാണ് നൈറ്റ് കാണാൻ. പ്രധാനപ്പെട്ട എല്ലാ ഷോപ്പുകളും ഷോറൂമുകളും ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കണം, ഒരു 9 മണി വരെയൊക്കെ. കാരണം നാളെ ഡേ 7 ചണ്ഡീഗഡ് പിടിക്കണം. ഇവിടുന്ന് ഇത്തിരി ദൂരമുണ്ട്, ഏകദേശം 470 കിലോമീറ്റേഴ്സോളം വരും. അപ്പോൾ ഒരു 8 മണിക്കൂർ റൈഡിങ് നാളെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡേ 6 വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ തുണി വിരിക്കാനുള്ള പരിപാടി നോക്കട്ടെ. താജ്മഹൽ ഇവിടെ നിന്ന് കാണാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വിരിച്ചിടലൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ മാക്സിമം ക്യുക്ക് ഡ്രൈ ടീഷർട്ടുകളും ക്യുക്ക് ഡ്രൈ ഇന്നേഴ്സൊക്കെ മേടിക്കുക. അതാകുമ്പോൾ വേർപ്പ് സെറ്റ് ചെയ്താലും മാക്സിമം നമ്മുടെ ബോഡിയിലേക്ക് അത് അവർ എടുക്കില്ല, അബ്സോർബ് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാനും ഉണങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ക്യുക്ക് ഡ്രൈയുടെ സാധനങ്ങൾ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും യാത്രകളിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ഡോമിനാറിൻ്റെ സർവീസ് ചെയ്യാറായിട്ടുണ്ട്. ഇവിടെയൊക്കെ സൺഡേ ബജാജ് ഷോറൂം ഓപ്പണാണ്. അപ്പോൾ ഡോമിനാറിൻ്റെ സർവീസ് ചെയ്യണം. പിന്നെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്നിട്ട് തിരിച്ച് ലഞ്ച് കഴിച്ചിട്ട് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് വെയിലാറിയിട്ട് ആഗ്ര ഫോർട്ടും താജ്മഹലും കാണാനാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഡേ 6. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിന് ടൗണിലേക്കുള്ള ആ കാണുന്ന സ്ഥലത്ത്. നല്ല ചൂടാണ് ഇപ്പോൾ ഈ ഏരിയ വെറുതെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഹാപ്പി സൺഡേ.